ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരുന്നത് ബി.ജെ.പി. ആയിരുന്നു. കോൺഗ്രസിന്റെ പഴയ പ്രതാപകാലം ഓർമ്മിപ്പിക്കുന്ന വിധം 400-ലധികം സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്തത്. ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്നും ബി.ജെ.പി. തന്നെ ഇനി കാലങ്ങളോളം ഇന്ത്യ ഭരിക്കുമെന്നും സാധാരണക്കാർ കരുതി. അത്രത്തോളം ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് തങ്ങൾ അജയരാണെന്ന് ബി.ജെ.പി. ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2 ഘട്ടങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികളിൽ ബി.ജെ.പിക്ക് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അനുഭവപ്പെടുകയായിരുന്നു. വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതും സ്വന്തം സ്ഥാനാർത്ഥികൾക്കെതിരെ ജനങ്ങൾ മുഖം തിരിച്ചു തുടങ്ങിയതും ബി.ജെ.പിയിൽ അങ്കലാപ്പ് വളർത്തുകയായിരുന്നു. പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി തങ്ങൾക്കൊത്ത എതിരാളിയാണെന്ന് ബി.ജെ.പി. തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ്. അതിനിടെ പുറത്തുവന്ന ചില പ്രീപോൾ സർവേകളിൽ ബി.ജെ.പിയെ ഭയപ്പെടുത്തുവാനുള്ള എല്ലാ സംഗതികളുമുണ്ടായിരുന്നു. നിലവിൽ വരുന്ന ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കുമ്പോൾ തങ്ങൾ വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ആശങ്ക ബി.ജെ.പിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയുമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളിൽ വിജയിച്ച് അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് ബി.ജെ.പിയുടെയും ബി.ജെ.പിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്വപ്നമാണ്. ഇതിനായി 400 സീറ്റുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തി 1 വർഷം മുമ്പ് തന്നെ ബി.ജെ.പി. തങ്ങളുടെ കർമ്മ പദ്ധതിക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു. എന്നാൽ 400 സീറ്റ് എന്നത് ബി.ജെ.പിയുടെ സ്വപ്നം മാത്രമാണെന്നും അതിൽ ഏറെ കുറച്ചു മാത്രമേ ബി.ജെ.പി. നേടുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പരമാവധി 260 സീറ്റുകൾ വരെ മാത്രമേ ബി.ജെ.പിക്ക് തനിച്ച് ലഭിക്കുകയുള്ളൂ എന്നാണ് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ് പ്രവചിക്കുന്നത്. ബി.ജെ.പി. 260 സീറ്റ് വരെ നേടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ മറ്റൊന്നുകൂടി സംഭവിക്കും എന്നാണ് അദ്ദേഹം അടിവരയിടുന്നത്. രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തുടക്കം കുറിക്കുമെന്ന പ്രതീക്ഷയാണ് യോഗേന്ദ്ര യാദവ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ അധികം സ്വന്തമാക്കി നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി 50 സീറ്റുകളിൽ പോലും വിജയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പാർലമെന്റിൽ പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയാകില്ല എന്നു തന്നെയാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. ഇത്തവണ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നാണ് യോഗേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നത്. അത് അദ്ദേഹം വെറുതെ പറയുന്നതല്ല. കണക്കു നിരത്തിയാണ് യോഗേന്ദ്ര യാദവ് ഇക്കാര്യം അവകാശപ്പെടുന്നത്. ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240 മുതൽ 260 സീറ്റ് വരെ മാത്രമേ നേടുകയുള്ളൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പി. അവകാശപ്പെട്ട സീറ്റുകളേക്കാൾ വളരെ കുറവ് എന്ന് തന്നെ പറയാം. മാത്രമല്ല എൻ.ഡി.എ. മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി 35 മുതൽ 45 സീറ്റ് വരെ സ്വന്തമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബി.ജെ.പിക്ക് ലഭിക്കുന്നതും എൻ.ഡി.എ. മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി ലഭിക്കുന്നതും കൂട്ടിയാൽ പരമാവധി 305 സീറ്റ് വരെ മാത്രമേ വരികയുള്ളൂ എന്നാണ് കണക്കുകൾ നിരത്തി യോഗേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസ് 85 മുതൽ 100 അതിലധികമോ സീറ്റുകൾ നേടുമെന്നും യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റു പാർട്ടികൾക്ക് 120 മുതൽ 135 വരെ സീറ്റുകൾ ലഭിക്കാമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. യോഗേന്ദ്ര യാദവിന്റെ പ്രവചനമനുസരിച്ച് ഭരണത്തിൽ ഒരുപക്ഷെ ബി.ജെ.പി. തന്നെ വന്നേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ശക്തിയേറിയ ഒരു ഭരണകൂടം ആയിരിക്കില്ല ഇനി ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചനകൾ. മാത്രമല്ല പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമാവുകയും ചെയ്യും. ഏകപക്ഷീയമായ ഒരു ഭരണം നടത്തി തീരുമാനങ്ങൾ അഴിച്ചേൽപ്പിക്കാൻ ഇത്തവണ ബി.ജെ.പി. സർക്കാരിന് കഴിയില്ല എന്ന് തന്നെയാണ് യോഗേന്ദ്ര യാദവ് തന്റെ പ്രവചനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. ബി.ജെ.പിക്ക് സീറ്റ് കുറയുമെങ്കിലും എൻ.ഡി.എ. തന്നെ ഭരണത്തിൽ വരുമെന്നാണ് ഇതുവരെ പുറത്തുവന്ന മിക്ക പ്രവചനങ്ങളും അവകാശപ്പെടുന്നത്. എന്നാൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥ വരുമെന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയുടെ പ്രവചനം. മാത്രമല്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കിങ് മേക്കറായി മാറുന്നത് വൈ.എസ്.ആർ. കോൺഗ്രസ് ആയിരിക്കുമെന്നും ജഗൻ മോഹൻ റെഡ്ഡി പറയുന്നു. എന്നാൽ ജഗന്റെ പ്രവചനത്തോട് ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം പുറത്തുവന്നതിന് പിന്നാലെ ബി.ജെ.പിക്കുള്ളിൽ ആശങ്കകൾ ഉടലെടുത്തു തുടങ്ങി എന്നാണ് സൂചനകൾ.